വളരെ രുചികരമായിട്ടുള്ള എക്സാക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പനീർ ബട്ടർ മസാലയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ക്രീമോ ആഡഡ് കളറോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അരക്കാനുള്ളതാണ്, അതുകൊണ്ട് വളരെ നേരിയതായിട്ട് അങ്ങനെയൊന്നും മുറിക്കണമെന്നില്ല. ജസ്റ്റ് ഒരു റഫ്ലി കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴറ്റുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു 8-10 ചുമന്ന മുളക് ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവിന്, ഈ കറിയുടെ എരിവിന് എത്രമാത്രം വേണം അത്രയും മുളക്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്ലി വലിയ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 തക്കാളി അതും റഫ്ലി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്. നമ്മൾ ഈ കറിക്ക് വേണ്ട കളർ കൊടുക്കുന്നത് ഈ ബീട്രൂട്ടാണ്. അപ്പോൾ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുളക് ചേർത്ത് കൊടുത്തില്ലേ, അപ്പോൾ അത് കശ്മീരി ചില്ലി എടുക്കുകയാണെങ്കിൽ ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇതിപ്പോൾ ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ കഷ്ണമാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ കറിക്ക്. അപ്പോൾ ഇതിനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അതായത് 1 ടീസ്പൂണോളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും വരവില്ല, എന്നാൽ ഈ കറിക്ക് നല്ല കളറും കിട്ടും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇത് കണ്ടോ, 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആറട്ടെ, അത്ര വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വഴറ്റിയതൊക്കെ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ടതിന് ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള എത്രയും വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ആദ്യം വെള്ളം ചേർക്കാതെയും പിന്നെ വെള്ളം ചേർത്തിട്ടുമാണ് ഇത് അരച്ചത്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. കണ്ടോ, നല്ല പേസ്റ്റ് മാതിരി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതേ പാൻ ഒന്ന് സ്റ്റൗവിൽ വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇത് വഴറ്റാനായിട്ട് നമ്മൾ എണ്ണയല്ലേ ഉപയോഗിച്ചത്, ആ സ്ഥലത്തും വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകട്ടെ. ഒരു ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഈ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. കണ്ടോ, അതിൻ്റെ ഒരു കളറ് കണ്ടില്ലേ? നമ്മൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസാണ് ചേർത്തത്, പക്ഷേ എന്നാലും നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ മിക്സിയിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇതിലേക്ക് ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമിയാണിത്. ആക്ച്വലി ക്രീം ഒന്നും ചേർക്കാതെ തന്നെ ഈ ഗ്രേവി ഇപ്പം തന്നെ നല്ല തിക്ക് ആൻഡ് ക്രീമിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കസൂരി മെത്തി ഇതുപോലെ കയ്യിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം അതും ഈ കറിയിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഗരം മസാലയും കസൂരി മേത്തിയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ഫ്രഷ് മിൽക്കില്ലേ, നമ്മൾ തിക്ക് മിൽക്ക്, ഫുൾ ക്രീം മിൽക്കിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഫുൾ ക്രീം മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ക്രീം ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലേക്ക് ഫുൾ ക്രീം മിൽക്ക് ചേർത്ത് കൊടുത്തത്. സാധാരണ പാല് അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ കറി ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ഇത്രയും ക്രീമി ആയതുകൊണ്ട് തന്നെ പാലോ ക്രീമോ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഇതിന് നല്ല രുചിയായിട്ട് തന്നെ വരും. അപ്പോൾ ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചതിന് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 150 ഗ്രാം പനീർ ക്യൂബ്സ് ഉണ്ട്, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഒരു 150 ഗ്രാംസ് ആണിത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പനീറൊന്നും അധികം പൊട്ടിപ്പോകാതെ തന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും തന്നെ മതി, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ കസൂരി മേത്തി നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ 1 ടീസ്പൂണോളമായിരുന്നു ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ കൂടി ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണും കസൂരി മേത്തിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇതുപോലത്തെ കറികൾക്കൊക്കെ, മസാല കറികൾക്കൊക്കെ പ്രത്യേകിച്ച് ഗരം മസാല ലാസ്റ്റിൽ അല്പം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. ഇനി ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ പതുക്കെ ആ പനീറൊന്നും പൊട്ടിപ്പോകാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഒന്ന് വന്ന് തുടങ്ങിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അതുപോലെ അഥവാ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ബട്ടർ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നേരത്തെ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുറച്ച് കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണോ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു പനീർ ബട്ടർ മസാല കിട്ടുന്നത് അതേ ടേസ്റ്റിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.